أعوذ بالله من الشيطان الرجيم. والأنعام خلقها لكم فيها دفء ومنافع ومنها تأكلون ولكم فيها جمال حين تريحون وحين تسرحون وتحمل أثقالكم إلى بلد لم تكونوا بالغيه إلا بشق الأنفس إن ربكم لرؤوف رحيم والخيل والبغال والحمير لتركبوها وزينة ويخلق ما لا تعلمون. സൂറത്തുൽ നഹ്ൽ 5 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ്. നാൽക്കാലികളെയും അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചു. അവയിൽ നിങ്ങൾക്ക് ചൂടേകുന്ന വസ്ത്രങ്ങളുണ്ട്. അവയെ നിങ്ങൾ ആഹരിക്കുന്നുണ്ട്. കൂടാതെ മറ്റനേകം പ്രയോജനങ്ങളുമുണ്ട്. രാവിലെ അവയെ മേയാൻ വേണ്ടി വിടുമ്പോഴും വൈകിട്ട് അവ തിരിച്ചെത്തുമ്പോഴുമൊക്കെ നിങ്ങൾക്കതിൽ സൗന്ദര്യവും സന്തോഷവുമൊക്കെ ഉണ്ട്. വളരെ ക്ലേശത്തോടുകൂടി മാത്രം ചെന്നെത്താനാവുന്ന നാടുകളിലേക്ക് അവ നിങ്ങളുടെ ഭാരം ചരക്കുകളൊക്കെ അനായാസം ചുമന്ന് എത്തിച്ചു തരുന്നു. തീർച്ചയായും നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് വളരെ കനിവും ദയയുമുള്ളവനാണ്. നിങ്ങൾക്ക് വാഹനമായും അലങ്കാരമായും കുതിരകളെയും കഴുതകളെയും കോവർ കഴുതകളെയും സൃഷ്ടിച്ചു. നിങ്ങളറിയാത്ത പലതും അവൻ നിങ്ങൾക്കായി സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യ സമൂഹത്തിൻ്റെ ജീവിതം സുഗമമായി മുന്നോട്ട് നീങ്ങുവാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ചില മൃഗങ്ങളെ, നാൽക്കാലികളെ പ്രത്യേകം എടുത്തു പറയുകയാണ് ഈ ആയത്തുകളിൽ. മുൻകാലങ്ങളിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിരുന്നത് മൃഗങ്ങളെയായിരുന്നു. വാഹനത്തിനും മാംസത്തിനും പാലിനും വസ്ത്രത്തിനും കച്ചവടത്തിനുമൊക്കെ ധാരാളമായി അവയെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇന്നും പല രാഷ്ട്രങ്ങളുടെയും മുഖ്യ വരുമാന സ്രോതസ്സ് കാലിസമ്പത്ത് തന്നെയാണ്. ഒട്ടകം, കുതിര, കഴുത, കോവർ കഴുത എന്നിവയൊക്കെ ഇന്നും പല നാടുകളിലും വാഹനത്തിനായിട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തണുപ്പ് കാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ കമ്പിളി വസ്ത്രത്തിന് വേണ്ടി ചെമ്മരിയാടുകളെ ധാരാളമായി വളർത്തുന്നുണ്ട്. ഒരു വീട്ടിൽ 1-2 വളർത്തുമൃഗങ്ങൾ ഉള്ളത് എത്ര സന്തോഷവും എത്ര സൗന്ദര്യവുമാണ് ആ വീടിന് നൽകുന്നത്. അതേസമയം 100 അല്ലെങ്കിൽ 1000 അതിലധികമൊക്കെ വളർത്തുമൃഗങ്ങളുള്ളവരുടെയൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കുക. ഇതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. നിങ്ങൾക്കറിയാത്ത പല ജന്തുക്കളും ജീവജാലങ്ങളൊക്കെ ധാരാളമുണ്ട്. അവയൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഇത്രയേറെ സൗകര്യങ്ങൾ ചെയ്തു തന്ന അള്ളാഹുവിനെ ഓർക്കുകയും അവനെ നന്നായി അനുസരിക്കുകയും കീഴ്പ്പെട്ട് ജീവിക്കുകയും ചെയ്യുന്നതിന് പകരം ഇവയൊന്നും സൃഷ്ടിക്കാൻ കഴിയാത്ത, ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത വിഗ്രഹങ്ങൾക്കും മരിച്ചു മൺമറഞ്ഞു പോയ ആളുകൾക്കും ഒക്കെ ആരാധനകളും പൂജകളും അർപ്പിക്കുന്നു. അവയെ ദൈവങ്ങളായിട്ട് കണക്കാക്കുന്നു. ഇതെത്ര വലിയ അനീതിയും അക്രമവുമാണ് എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു തആല ഉദ്ബോധിപ്പിക്കുന്നത്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.